നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 671 671. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 671. കഴിഞ്ഞ എപ്പിസോഡിൽ 170 സർഗം പാണ്ഡവരുടെ ഭഗവത് ഭക്തി രാജസൂയ ഉദ്യമം. അതിൽ ആ സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 22. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുകുന്ദ നാരായണ വാസുദേവ. ഈ വണ്ണം ആ മാമുനി വീണമീട്ടിയിറങ്ങിനാൻ ദ്വാരവതിക്കമന്തം. പെട്ടെന്ന് എന്നുള്ള അർത്ഥം പറഞ്ഞ് നിർത്തി. ഇന്ന് 171 സർഗം ഭഗവാന്റെ ദിനചര്യയും രാജദൂതാഗമനവും. അതായത് ഈ രാജാവിൻ്റെ ദൂത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജരാസന്ധൻ്റെ ഉപദ്രവം കാരണം ജീവിക്കാൻ പറ്റണില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന് ഒരു കുറിപ്പ് കൊടുത്തിട്ടൊരു ദൂതം വരികയാണ്. സംഭവബഹുലമായ കഥാഗോളത്തിലേക്ക് എത്തി നോക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഈ വണ്ണം അംബുജാക്ഷൻ്റെ ധർമാതിശ്രദ്ധയോർത്തുടൻ ദിനചര്യകൾ എമ്മട്ടെന്നുര ചെയ്തൊന്നു കേൾക്കുവാൻ ഗംഗാതീരത്തിൽ മേവേടും മുനീശ്വരർ മുഴുക്കയും മഹാരാജാവും ആശയ്ക്കേ ചൊല്ലിനാൻ ബാദരായണി. അതായത് ഗംഗാതീരത്തിൽ മേവിടുന്ന മുനീശ്വരന്മാരെ മുഴുക്കെ മഹാരാജാവ് ആശിക്ക് ചൊല്ലിനാൻ ബാദരായണി. ശുഖബ്രഹ്മർഷി പറഞ്ഞു എന്നാണ് കഥ. ബ്രഹ്മമായ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു മഹാപ്രഭു. നമ്മളെപ്പോലെ ഇഷ്ടമുള്ളപ്പോൾ നീക്കലല്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ 3 മണിയാകുമ്പോഴേക്കും നീക്കി അദ്ദേഹം. ബ്രഹ്മമായ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു മഹാപ്രഭു രുക്മിണ്യാദികൾ പൂങ്കോഴി കൂകുവാനുള്ളിലോർക്കവേ. രുക്മിണീ ദേവിയൊക്കെ കോഴി കൂകിയിട്ട് നീക്കാം എന്നാ വിചാരിക്കാം. മന്ദാരവാർമണി തെന്നൽ വന്നുണർത്തിയ പക്ഷികൾ ദ്വാരകാപുരമൊട്ടാകെ മാധുര്യം പെയ്തിടും വിധം. എന്താ കാവ്യഭംഗി! മന്ദാരവാർമണി തെന്നൽ, മന്ദാര മുതലുള്ള കുസുമങ്ങളിൽ തട്ടി വരുന്നതായ എന്താണെന്നാ പറയുക, കാറ്റ്, കുളിർക്കാറ്റ് വന്നുണർത്തിയ പക്ഷികൾ ദ്വാരകാപുരമൊട്ടാകെ മാധുര്യം പെയ്തിടും വിധം. പല പല കളകള ശബ്ദങ്ങൾ ആവും പോലൊക്കെയും വിശ്വനാഥനെ സ്തുതിക്കവേ പക്ഷികളുടെ കൂജനം ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യാസർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ വ്യാസർ ഭാഗവത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു തരുന്നത്. ആവും പോലൊക്കെയും വിശ്വനാഥനെ സ്തുതി ചെയ്യവേ കൈകാൽ മുഖം കഴുകി വന്ന് ആചമിച്ച് അഖിലേശ്വരൻ തെളിഞ്ഞ ഇരുട്ടിൻ മുകളിൽ മിന്നും ജ്യോതിസ്സനെ പരം അഖണ്ഡം ആത്മാവിനെ ഉൾപ്പൂവിൽ ധ്യാനിക്കുമാദ്യമായി. അദ്ദേഹം ആദ്യം ആകാശത്തെ നോക്കി അന്നത്തെ നക്ഷത്രം, അല്ലെങ്കിൽ അസ്തമിക്കുന്ന ചന്ദ്രൻ, അല്ലെങ്കിൽ ഉദിക്കുന്ന ചന്ദ്രൻ, ആകാശത്തെ ദൈവമായി കണ്ട് മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി. അഖണ്ഡം ആത്മാവിനെ ഉൾപ്പൂവിൽ ധ്യാനിക്കും ആദ്യമായി. സ്വയം പ്രകാശമാനന്ദം അനന്തം നിരുപാധികം അവ്യയം വിശ്വസൃഷ്ട്യാദി ബീജം പ്രേമ മനോഹരം.
ആരാ ഭഗവാൻ, അല്ല ആരേനെയാ ഭഗവാൻ ധ്യാനിക്കണത്? സ്വയം പ്രകാശം, ആത്മാവ്, ആനന്ദം, അനന്തം, എത്രയെന്ന് പറയാൻ വയ്യ, നിരുപാധികം, ഉപാധികളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല, അവ്യയം, വ്യയമില്ലാത്തത്, വിശ്വസൃഷ്ട്യാദി ബീജം പ്രേമ മനോഹരം, ഉടൻ തന്നെ കുളിച്ച് ഊത്ത് പട്ടു മാറ്റി മഹോജ്വലൻ, അത് കഴിഞ്ഞാൽ കുളിച്ചു പട്ട കൊടുത്തു തേവാരം, ജപഹോമങ്ങളും മറ്റും അനുഷ്ഠിക്കും യഥാവിധി ആസിറ്റിസ്, സാളഗ്രാമാതി പൂജിച്ചു വണങ്ങും ഗുരുഭൂതരെ, ഗുരുഭൂതന്മാരെ, അച്ഛനമ്മ, ഗുരു, അവരേനൊക്കെ വേണ്ട മാതിരി വണങ്ങും. സാളഗ്രാമാതി പൂജിച്ചു വണങ്ങും ഗുരുഭൂതരെ, വിപ്രോത്തമരെ വന്ദിക്കും സദ്വൃത്തന്മാരെ ഒക്കെയും, നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നവരൊക്കെ ഭഗവാൻ നമിക്കും. മാനിച്ചിടും യഥായോഗ്യം മടി കൂടാതെ നിത്യവും, എല്ലാ ദിവസവും അവർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ പുകഴ്ത്തും. പശുദാനങ്ങൾ പതിവായി അസംഖ്യം ചെയ്തിടും പ്രഭു, മധ്യാഹ്നികം ചെയ്യും ഉടൻ, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊത്ത് കഴിക്കുക. പലതും ഭൂഷണാദികൾ അണിഞ്ഞ് വന്ധ്യചരിതന്മാരെ വാഴ്ത്തും ജഗൽ ഗുരു, അഭിവന്ദിക്കേണ്ടവരെ അഭിവന്ദിച്ച് ഈശ്വര സംബന്ധമായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ സ്തുതിക്കുന്ന ആൾക്കാരെ ഭലേ ബേഷ്, അവരെ നമിക്കും ഭഗവാൻ, സമ്മാനങ്ങൾ കൊടുക്കും. വേണ്ടവർക്കൊക്കെ വേണ്ടുന്നത് അന്വേഷിച്ച അഖിലേശ്വരൻ, പല സ്ഥലത്തു നിന്നും ഭഗവാനെ ഓരോ ദിവസം വന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അവരവരുടെയൊക്കെ കഥകളൊക്കെ കേട്ട് ഇംഗിതങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആശ്വാസവചനങ്ങളൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ ചെയ്യും അദ്ദേഹം. വേണ്ടവർക്കൊക്കെ വേണ്ടുന്നത് അന്വേഷിച്ച അഖിലേശ്വരൻ വിപ്രർക്ക് മുമ്പായി ഏവർക്കും ഒരേപോലെ ആദരത്തോടും മൃഷ്ടാന്നഭോജനം നൽകി വിലസും വിശ്വപാലകൻ പതിവായ ആവിധം താനും ഉൺകഴിച്ചുല്ലസിച്ചുടൻ. വന്നിട്ടുള്ള ആൾക്കാരേനൊക്കെ പരമാവധി ഊണ് കഴിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ആഹാരം കഴിക്കും, കുറച്ച് വിശ്രമിക്കും. ദാരുകൻ കൊണ്ടുവന്നുള്ള തേരിൽ കയറി മെല്ലവേ, ദാരുകൻ അപ്ലിക്കിങ് പ്രീ പ്ലാൻഡ് ആണല്ലോ, വരാൻ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന സമയത്ത് വരണം. സ്വാധിമാരേവരും നോക്കി നിൽക്കേ താൻ ഉദ്ധവാന്യുതൻ, സ്വാധിമാർ അവിടുത്തെ എന്താണെന്നാ പറയുക, കാര്യങ്ങളൊക്കെ പിന്നെന്താണെന്നാ പറയുക ചെയ്യുന്ന ആൾക്കാർ നോക്കി നിൽക്കേ താൻ ഉദ്ധവാന്യുതൻ, ഉദ്ധവൻ എന്തു ചെയ്യും? സുധർമ്മ എന്ന പേർ കൊണ്ട സഭയിൽ ചെന്നിടും പ്രഭു, അതായത് രാജപരിപാലനം നടക്കുന്നുണ്ടാവും. ഉഗ്രസേന മഹാരാജാവ് സിംഹാസനത്തിലുണ്ടാവും, രാജഗുരു ഉണ്ടാവും, ഉദ്ധവരെ പോലെ മന്ത്രിമാർ, അപ്പോൾ ഭഗവാനും ബലരാമനൊക്കെ ഉണ്ടാവും അവിടെ. സുധർമ്മ എന്ന പേർ കൊണ്ട സഭയിൽ ചെന്നിടും, അപ്പോൾ അവരുടെ രാജഭരണം നടത്തുന്ന സഭാമണ്ഡലത്തിൻ്റെ പേരാണ് സുധർമ്മ. സുധർമ്മ എന്ന പേർ കൊണ്ടു സഭയിൽ ചെന്നിടും പ്രഭു, യദുക്കളേവരും അണഞ്ഞ് ഉടൻ അങ്ങ് നിറഞ്ഞിടും. അപ്പോഴേക്കും യദുപ്രവരന്മാരൊക്കെ എത്തും, യദുകുലത്തിലെ നാഥന്മാർ. പൈതാഹാദികൾ ബാധിക്കില്ല വിടം ചെല്ലുമേവനം, ഈ സുധർമ്മയിൽ ആര് ചെന്നാലും വിശപ്പും ദാഹവും ഉണ്ടാവില്ല അത്രേ. അതാണ് ഭഗവാന്റെ ഒരു ക്രീഡ, ലീലാവിനോദം. പൈതാഹാദികൾ ബാധിക്കില്ല വിടം ചെല്ലുമേവനും, കലാസമ്പൂർണനാം കൃഷ്ണൻ കമനീയ ഗുണാലയൻ. കലാസമ്പൂർണൻ, 64 കലകളുടെയും നാഥനാണ് ഭഗവാൻ. കമനീയ ഗുണാലയൻ, എല്ലാവിധ സത്പ്രവൃത്തികളുടെയും വിളയിടമാണ് അദ്ദേഹം. നക്ഷത്രങ്ങളോടും പൂർണ്ണചന്ദ്രൻ വിർണാർന്ന മാതിരി, അതായത് ആകാശത്ത് ഇരുട്ട് കയറുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങാൻ തുടങ്ങും. ആ നക്ഷത്രങ്ങളോടും പൂർണ്ണചന്ദ്രൻ വിണ്ണാർന്ന മാതിരി, അതായത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഇടയിൽ മിന്നാൻ തുടങ്ങിയാൽ എങ്ങനെ ഗമ്യുണ്ടാവും, അതേപോലെ മന്ദസ്മിതാദ്ര സുഭഗൻ, മന്ദസ്മിതം തൂകിക്കൊണ്ട് സുഭഗൻ, എല്ലാവിധ സൗഭാഗ്യങ്ങളെയും തന്ന് അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ. വിളങ്ങിയിടും സുധർമ്മയിൽ, അവിടം ഫലിതം കൊണ്ടും മറ്റും സൗഭാഗ്യശാലികൾ, അവിടെയും ഫലിതം പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുന്ന, അതായത് ചീപ്പായിട്ടുള്ളതല്ല,
ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടം ഫലിതം കൊണ്ടും മറ്റും സൗഭാഗ്യശാലികൾ പല കലകളെ കണ്ടും സേവിക്കും വിശ്വനാഥനെ മുമ്പുള്ള പുണ്യശ്ലോകന്മാരുടെ സച്ചരിതങ്ങളാൽ. അതായത് പൂർവികന്മാരായിട്ടുള്ള നല്ല രാജാക്കന്മാരുടെ കൗശലകരമായ രാജപരിപാലനങ്ങളെ പ്രകീർത്തിച്ചും കൊണ്ട് വേദജ്ഞരായ വിപ്രന്മാർ അത്യന്താഹ്ലാദമേറ്റിടും. വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണർ വേദോക്തമായിട്ടുള്ള സൂക്തങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കരഘോഷങ്ങളും അനുമോദന സമ്മാനങ്ങളൊക്കെ വാങ്ങി സന്തോഷചിത്തന്മാരായിട്ടിരിക്കും. വിശ്വൈകനാഥനെ കാണാം ആർക്കും എപ്പോഴും എങ്കിലും. ഭഗവാനെ ആർക്കും വേണമെങ്കിൽ എപ്പോഴും കാണാം. വിശ്വൈകനാഥനെ കാണാം ആർക്കും എപ്പോഴും എങ്കിലും മനുഷ്യലീലയ്ക്ക് ആ മട്ടും എത്രയും മാറ്റുകൂട്ടുവാൻ വല്ലോർക്കും തിരുമുമ്പാകെ കാണേണ്ടും അളവായതാം. അല്ലേ? പുറമേ നിന്ന് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വരൂ, കാര്യങ്ങൾ കേൾക്കാം. ഒരു നാൾ അവിടെ മുമ്പ് വരാത്ത പുതുതായൊരാൾ, അതാണ് പറഞ്ഞത്, ഇതുവരെ സഭയിൽ കണ്ടിട്ടില്ല. ഒരു നാൾ അവിടം മുമ്പ് വരാത്ത പുതുതായൊരാൾ വന്നുടൻ ദ്വാരപാലന്മാരെ അറിയിച്ചാൻ ആജ്ഞ നൽകവേ. ദ്വാരപാലന്മാരോടെന്ന് പറഞ്ഞു, എനിക്ക് ഭഗവാനൊന്ന് കാണണം, ഞാൻ വളരെ ദൂരത്തുനിന്നാണ് വരുന്നത്. ഓഹോ, ഇരിക്കൂ, ഞാനിപ്പോൾ ചോദിച്ചിട്ട് വരാൻ പറയൂ. അപ്പോൾ ദ്വാരകന്മാർ കൂട്ടിക്കൊണ്ടുവന്നു. നമസ്കരിച്ചുണർത്തിച്ചാൻ എത്രയും താഴ്മ ഉണ്ടവൻ. അദ്ദേഹം വന്നു, ഉടനെ ഭഗവാനെ നമസ്കരിച്ചു. താഴ്മയോടുകൂടി ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പുണ്യശ്ലോകൻ്റെ മുമ്പാകെ തൊഴുതും കൊണ്ടുമെല്ലവേ, പറയേണ്ടത് പറഞ്ഞ് തൊഴുത് പഞ്ചപുച്ഛം മടക്കി ഇങ്ങനെ നിന്നു. ജരാസന്ധൻ ദിഗ്ജയത്തിൽ കീഴടങ്ങായിക കാരണം. ജരാസന്ധൻ ദിഗ്ജയത്തിൽ കീഴടങ്ങായിക കാരണം കയ്യൂക്കിനാൽ 20,000 നൃപവീരരെ. 20,000 നൃപവീരരെ, രാജാക്കന്മാരെ കാരാഗൃഹത്തിൽ പാർപ്പിച്ചാൻ അവരേവരും ഈ വിധം സങ്കടം തിരുമുമ്പാകെ ഉണർത്തിക്കുകയാം പ്രഭു. 20,000 രാജാക്കന്മാരെ ജയിലിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ സങ്കടം തിരുമുമ്പാകെ പറയണം. ഉണർത്തിക്കുകയാം പ്രഭു. സർവേശ്വരൻ ചെറ്റരികത്തണഞ്ഞു സന്ദേശമെന്തെന്നറിവാൻ അമന്തം, പെട്ടെന്ന് നർത്തം, ശ്രദ്ധിപ്പതായി കണ്ട് അലിവാർന്ന് അത് ഉണർത്തിനാൻ തൊഴുതും കൈ തൊഴുത് ഇപ്രകാരം. സർവേശ്വരൻ ചെറ്റരുകത്തണഞ്ഞു സന്ദേശമെന്തെന്നറിവാനമന്തം ശ്രദ്ധിപ്പതായി കണ്ട് അലിവാർന്ന ദൂതൻ ഉണർത്തിനാൻ. എന്താ സംഗതിച്ച പറഞ്ഞോളൂ, ചെവിയിൽ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിപ്പതായി കണ്ട് അലിവാർന്ന ദൂതൻ ഉണർത്തിനാൻ കൈതൊഴുതിപ്രകാരം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകസപ്താധിതകശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 172 സർഗം സന്ദേശകഥനവും ശ്രീ നാരദ ആഗമനവും. ഇവിടെ ജയദ്രഥനാൽ ജയിലിൽ അടയ്ക്കപ്പെട്ട 20,000 രാജാക്കന്മാർ ഒരു കോമൺ പെറ്റീഷൻ എഴുതിയിട്ട് കൃഷ്ണനെ അയച്ചിട്ടാണ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് കേട്ട് ഒരു തീരുമാനം എത്തുന്നതിൻ്റെ മുമ്പുണ്ടതാ നാരദർ അങ്ങോട്ട് വരുന്നു. അതാണ് കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ. അദ്ദേഹം എങ്ങനെയാണ്? കൃഷ്ണ കൃപാ സിന്ധോ കൃത പുണ്യനിഷേവിത നാഥ, നിൻ കനിവല്ലാതെ ഞങ്ങൾക്കിനിയൊരാശ്രയം. ഞങ്ങൾക്ക് ആശ്രയം അങ്ങ് മാത്രമാണ് ഭഗവാനെ, മറ്റില്ല. ഉദാരമൂർത്തേ നിൻ മലർപാദങ്ങളെ ഗതി, വേറെ ഒരു ഗതിയില്ല. അങ്ങയുടെ തിരുവാദപത്മങ്ങളാണ് ശരണം, വേറെ ഒന്നുമില്ല. നിൻ പാദപത്മ സൗരഭ്യം ഉള്ളിൽ മുട്ടായ കാരണം. എന്താ ഞങ്ങൾക്ക് വേറെ ഗതിയില്ല എന്ന് പറയാൻ കാരണം? നിൻ പാദപത്മ സൗരഭ്യം ഉള്ളിൽ മുട്ടായ കാരണം. അങ്ങയുടെ തിരുവാദപത്മ സുരഭിലമായ, അല്ലേ, തിരുവാദപത്മ സുഗന്ധം ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. അത് കാരണം
ഉള്ളിൽ മുട്ടായ കാരണം പലേതിലും ഭ്രമിച്ച ഓരോ തരം മരണഭീതിയിൽ അജ്ഞാനത്തിങ്കൽ വീണ് ഈ മട്ടുഴലും ദീനരെ സ്വയം. ഞങ്ങളേനൊക്കെ കാക്കണം. അങ്ങയുടെ തിരുപാദ പത്മസുഗന്ധം ഞങ്ങൾക്ക് ഏറ്റിട്ടില്ല. അതിൻ്റെ വൈബ്രേഷൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളെ കൈവിടരുത്. രക്ഷിപ്പാൻ അവിടേക്കല്ലാതാർക്കാം വിഷയിക പാലക. ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അപ്പം രക്ഷിപ്പാൻ അവിടേക്കല്ലാതാർക്കും വിഷയിക പാലക. ശബ്ദരൂപരസാദ്യങ്ങളായി പരിണമിപ്പതിൽ. ശബ്ദരൂപ ഗുണമായി പരിണമിക്കുന്നത് അങ്ങനെയാണ്. ഒരേ ശക്തി വിശേഷത്തിൽ അദ്വൈത ബ്രഹ്മവസ്തുവിൽ അങ്ങ് ഒരേ ഒരു വസ്തുവാണ് എല്ലാവർക്കും ആവശ്യം. അങ്ങ് ആരാ? അദ്വൈത ബ്രഹ്മവസ്തുവിൽ വ്യാമോഹമാർന്ന ജീവന്മാർ നിൻ മായയാൽ ലീലയൊന്നിനാൽ നിൻ മായ ആ ലീലയൊന്നിനാൽ ഭ്രമിച്ചോടുകയാണെന്നും ഓർത്തുകാണെങ്കിൽ അതേവിധം എല്ലാവരും മോഹാന്ധകാരത്തിൽപ്പെട്ട് ഉഴലാണ്. ഗതി പിടിക്കണില്ല. ഞങ്ങൾക്ക് വിഷയാകർഷണം അതാണ് കാരണം. വിഷയത്തിൽ ആകർഷിച്ച് വിഷയങ്ങളെ നമ്മൾ ജീവൻ ആകർഷിക്കുക. പക്ഷേ കർമ്മഫലത്തിനനുസരിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് മാത്രം. വിഷയാകർഷണം മൂലം ജായാപുത്രധനാദികൾ പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ 3 കാര്യത്തിലാണ് മനുഷ്യൻ വെമ്പൽ കൊള്ളുന്നത്. മുഴുകിപ്പോയരീ ഞങ്ങൾ വേണ്ടും വിഹിതകർമ്മമോ. ഞങ്ങൾ ഈ ജായാപുത്രധനാദികൾ മുഴുകിപ്പോയിട്ടുള്ള ഞങ്ങൾ വേണ്ടും വിഹിതകർമ്മമോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. പുണ്യാത്മാക്കൾ അനുഷ്ഠിച്ചു പോരും ശമതമാദിയോ. ഞങ്ങളെന്താ ശമതമാദിയെ പിന്തുടരണോ എന്നാണ് ചോദിക്കണത്. പരമശയ രണ്ട് വലിയ എന്താണ് പറയാ വേട്ടാളന്മാർ അതിനെ വീശി എൻ്റെ അടുത്ത് വരാണ്ട് നോക്കുകയാണ് ഞാൻ. സാരമില്ല, ഇവിടെ വയ്ക്കട്ടെ. അപ്പോൾ എന്താണ്? ധനാദിയിൽ മുഴുകിപ്പോയൊരീ ഞങ്ങൾ വേണ്ടും വിഹിതകർമ്മമോ. പുണ്യാത്മാക്കൾ അനുഷ്ഠിച്ചു പോരും ശമതമാദിയോ. നാഥാ നിൻ ചരണാംബോജ ധ്യാനമോ കീർത്തനാദിയോ. ശീലിച്ചു ജന്മസാഫല്യം നേടുവാൻ ഭാഗ്യമെന്നിയെ. അങ്ങയെ സേവിച്ച് പുണ്യം നേടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കണില്ല. അതിന് അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് സഹായിക്കണം എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രഭാഷണത്തിന് ഇരിക്കണവരെ അവരെ കാണില്ല. പ്രഭാഷണത്തിന് ഇരുന്നാൽ അവർ പുറത്തേക്ക് വരും. അവരും കഥ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കണത്. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ നാഥാ നിൻ ചരണാംബോജ ധ്യാനമോ കീർത്തനാദിയോ. ശീലിച്ചു ജന്മസാഫല്യം നേടുവാൻ ഭാഗ്യമെന്നിയെ. മടിപൂണ്ട് എത്രയോ നല്ല കാലം പാഴാക്കി വാണുപോയി. നമ്മളെപ്പോലെ എത്രയോ ആൾക്കാരുണ്ട്. മടിപൂണ്ട് എത്രയോ നല്ല കാലം പാഴാക്കി വീണുപോയി. ആ മട്ടിൽ നിന്നെ വഞ്ചിച്ചു തന്നെ മേവും വിമൂഢരിൽ. ആത്മാവിനെ അറിയാതെ കണ്ട് ഈശ്വരനെ തിരഞ്ഞു നടക്കുന്ന ജാടുള്ള ആൾക്കാരുണ്ട്. എവിടേക്കാ? ഞാൻ ഗുരുവായൂർ. ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ആൾക്കാർ പറയണേ ഇഷ്ടമുള്ളപ്പോൾ പോവാൻ തൊഴാം. തൻ്റെ ഉള്ളിലാണെന്നുള്ളത് മനസ്സിലാക്കാണ്ടേ ഗുരുവായൂർ ഹാർഡ് മണി ചിലവാക്കി ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങനെ വേണോ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടാവില്ല. പുരാണങ്ങൾ വായിക്കണില്ല അവർ. അപ്പോൾ തൻകാര്യമോർമ്മി
ഓർമ്മിക്കുവതിന്നാപത്തരുളീവിധം ജീവിതാശ അകറ്റിയിടും കാലാത്മാവാം മഹാപ്രഭോ. ഈ ഭഗവാൻ ആരാ? തൻ കാര്യം ഓർമ്മിക്കുവതിന് ആപത്തരുളീ വിധം ജീവിതാശ അകറ്റിയിടും, ജീവിതത്തിലുള്ള ആശ അകറ്റിയിടും. കാലാത്മാവാം മഹാപ്രഭോ. കാലാത്മാവ്, കാലമാകുന്ന ആത്മാവ്, ഭഗവാൻ കാലസ്വരൂപി എന്നർത്ഥം. മനസ്സിലായില്ലേ? മണിയടിച്ചു അമ്പലത്തിൽ. എന്നിട്ടോ സേവിച്ചു കൊള്ളാം ഈ ഞങ്ങൾ, കാലാത്മാവാം മഹാപ്രഭു സേവിച്ചു കൊള്ളാം ഈ ഞങ്ങൾ, മേലാൽ നിൻ പാദം എപ്പോഴും. ഇപ്പോഴുള്ള എന്താണ് പറയുക, സംരംഭത്തിൽ ഇപ്പോഴുള്ള അവശതകളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ഇനിയുള്ള കാലം ഞങ്ങൾ അങ്ങയുടെ തിരുവാദപത്മങ്ങളെ ആശ്രയിച്ച് ജീവിച്ചോളാം എന്നാണ് പറഞ്ഞത്. അത് മറക്കും. കാര്യങ്ങൾ ശരിയായ പിന്നെ അവരെ കാണില്ല പിന്നെ. പക്ഷെ ഭഗവാൻ അകത്ത് ഇരിക്കുന്നുണ്ട്. ഭഗവാനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭഗവാനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്യണതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിനുള്ള ശിക്ഷ ഭഗവാൻ തരും ചെയ്യും. അപ്പോൾ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ സേവിച്ചു കൊള്ളാം ഈ ഞങ്ങൾ, മേലാൽ നിൻ പാദം എപ്പോഴും, രക്ഷാകേന്ദ്രങ്ങൾ മറ്റെല്ലാം മകന്നീടുകിൽ ഏവനും നിന്നെ താനാശ്രയിച്ചിടും. കുറേ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കും, വല്ല കാര്യം നടക്കുമോ? ഇല്ല. ചൂത് കളിച്ച് നശിപ്പിക്കും, ഓടയിൽ വീഴും, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ നന്നാവേണ്ട ഒരു സമയം വരും, അപ്പോഴാണ് സത്സംഗത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അപ്പോൾ പറഞ്ഞു നിന്നെ താൻ ആശ്രയിച്ചിടും ഞങ്ങൾക്ക്. ഇത് അനുഭൂതിയിൽ വരണം. ഈശ്വരനല്ലാണ്ട് വേറൊരാളില്ല എന്നുള്ളത്. വിശ്വൈകപാല, വിശ്വത്തിൻ്റെ പാലക, നീ ലോകം കാത്തുകൊണ്ടു വിളങ്ങവേ. ഈ ലോകത്തിനെയും ലോകരേനെയും എല്ലാം കാത്തുകൊണ്ടിരിക്കണം ഭഗവാനെ. മറ്റൊരാൾ വന്നതിനുള്ളിൽ വാഴ്ചയെന്തുവതെങ്ങനെ, മറ്റൊരാൾ വന്നതിനുള്ളിൽ വാഴ്വേശ്ചയെന്തുവതെങ്ങനെ. ഒരാൾ ഉള്ളിലുള്ളപ്പോൾ വേറൊരാളെ എന്തിനാ ഞാൻ എൻ്റെ മനസ്സിലിട്ട് കയറ്റണത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ അറിയില്ല. വഴിയിൽ കണ്ട ഒരാളോട് നിങ്ങളാണ് എൻ്റെ എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകണില്ല അയാൾ നമ്മളെ മടിയനാക്കുകയോ ഉത്സാഹഭരിതനാക്കുകയോ ഉത്സാഹം നശിപ്പിക്കുകയോ നമ്മളെ തന്നെ നശിപ്പിക്കുകയോ ഒന്നും അറിയാതെ കൊണ്ട് പറയാം നിങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിൽ. എന്തിനാ ഈ പാഴ്വേലയ്ക്ക് നിൽക്കുന്നത്? അപ്പോൾ രണ്ടു കൂട്ടരും, വെദർ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബോത്ത് ഷുഡ് ഹാവ് 100% ലോയൽറ്റി ടു ദി ആൾമൈറ്റി, ദി ഇൻഡ്വെല്ലർ ആൾമൈറ്റി. അവരവരുടെ ഉള്ളിൽ സദാസമയത്തും ഉണർന്നിരിക്കുന്ന ചൈതന്യത്തിനെ കബളിപ്പിക്കാൻ പറ്റില്ല. മറ്റൊരാൾ വന്നതിനുള്ളിൽ വാഴ്ചയെന്തുവതെങ്ങനെ, ഞങ്ങൾക്ക് മുമ്പ് ചെയ്തുള്ള ദുഷ്കർമ്മങ്ങൾക്കെഴും ഫലം, ഞങ്ങൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലം കാരാഗൃഹത്തിൽ വാണ് ഈ മട്ട് എല്ലാം അനുഭവിക്കണം. ഞങ്ങൾ ചെയ്ത കുരുത്തക്കേട് കൊണ്ട് ഇവിടെ ഇപ്പോൾ ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാതെ നീങ്ങുകില്ലെന്ന് തന്നെയോ ഭക്തവത്സല, ഞങ്ങളിനി പുറം ലോകം കാണില്ലേ, അങ്ങ് ഭക്തവത്സലനല്ലേ, അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിക്കില്ലേ എന്നൊക്കെയാണ് ചോദ്യം. ഇനിയും ഞങ്ങൾ ഈ മണ്ണിൽ ഈ വിധം ദുഃഖമേൽക്കുകിൽ, അങ്ങ് വന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയിട്ടില്ലെങ്കിൽ കഷ്ടമാണല്ലയോ നാഥ കമലായതലോചന, കഷ്ടമാണേ, ഞങ്ങൾ ആവശ്യത്തിലധികം അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്തെന്തു ചെയ്യിലും പശ്ചാത്താപം പൂണ്ട ആശ്രയിക്കുക, ഇതാണ് നമുക്കുള്ള ഉപദേശം. ചെയ്ത തെറ്റിന് ശരിക്ക് പശ്ചാത്തപിച്ചാൽ പിന്നെ അവരെ തെറ്റുകാരെന്ന് പറയരുത്. അതാണ് എന്തെന്തു ചെയ്യിലും പശ്ചാത്താപം പൂണ്ടാശ്രയിക്കുകയിൽ അവനെൻ്റെവനാണെന്നാണല്ലോ നിൻ തിരുവായ്മൊഴി.
ഭഗവാനെ, അങ്ങ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കാല് പിടിച്ചവനെ ശിക്ഷിക്കരുത് എന്ന്. ഇപ്പം ഞങ്ങളതാ അങ്ങനെ കാല് പിടിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. നൃപന്മാരാകിലും ദുഃഖം തന്നെയാം മണ്ണിലേവനും. ഞാൻ രാജാവായില്ലല്ലോ എന്ന് നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാ. നൃപന്മാരാകിലും ദുഃഖം തന്നെയാം മണ്ണിൽ ഏവനും. ഈ ആപ്തവാക്യം മറക്കരുത്. MLA ആയാൽ മതി, കുറേ കാശ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ പിടിച്ചാൽ അഴിയണേണ്ടി വരും. എത്ര പ്രാവശ്യം റിസൈൻ ചെയ്യേണ്ടി വരും, എത്ര പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യണം. ആ സത്യപ്രതിജ്ഞയെ ലംഘിച്ചും കൊണ്ടുള്ള ജീവിതം പിന്നെയും റിസൈൻ ചെയ്യേണ്ടി വരും. നൃപന്മാരാകിലും ദുഃഖം തന്നെയാം മണ്ണിലേവനും. സ്വപ്നം പോലെഴും ഈ ലോകം സുഖമോർക്കുകിൽ മായികം. ഈ ലോകത്ത് സുഖമുണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ, 7 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ. സ്വപ്നം പോലെഴും ഈ ലോകം സുഖമോർക്കുകിൽ മായികം. പരാധീനം അതും ദുഃഖം പൂർണ്ണമെന്നും ഭയാവഹം. നമ്മുടെ അവസ്ഥ പരാധീനം അതും. മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, ഐദർ സ്പൗസ് പറഞ്ഞാൽ കേൾക്കില്ല. പരാധീനം ആണ് ദുഃഖപൂർണ്ണമെന്നും ഭയാവഹം. അതിനു 100 ഭാരവും ബേസി. അങ്ങനെ ബേസി ചുമന്ന് നിർത്തം. അതിന് 100 ഭാരവും ബേസി. അങ്ങനെ വണ്ടിക്കാളകൾ പോലെ മാറിയിടും ഭാഗ്യഹീനരാം. ഞങ്ങളെ ഭാരം വലിക്കുന്ന കാളകളെ പോലെ ഞങ്ങൾക്ക് കർത്തവാവുമില്ല, വർത്തവാവുമില്ല, ഏകാദശി, ദ്വാദശി, ചതുർദശി ഒന്നുമില്ല. ആത്മതത്വം ഗ്രഹിക്കായ കാരണം പലതിങ്കലും. ഈ വണ്ടിക്കാളകളായിട്ട് ജീവിതം മുരടിക്കാനുള്ള കാരണം എന്താ? ആത്മതത്വം ഗ്രഹിക്കായ കാരണം പലതിങ്കലും. ഭ്രമിച്ചുകൊണ്ടു ഗേഹാദിശക്തി പൂണ്ട് ഈ വിധം പ്രഭോ. ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി വന്നത് രാജ്യം രാജ്യം രാജ്യം, വീട് വീട് വീട്, അരമന 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 എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈശ്വരനെ നിന്ദിച്ച് ഈശ്വരനെ വേണ്ട പോലെ പൂജിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. ഭ്രമിച്ചുകൊണ്ട് ഗേഹാദിശക്തി പൂണ്ട് ഈ വിധം പ്രഭോ നാഥ നിൻ കൃപയല്ലാതെ രക്ഷയില്ലതിലേവനും. ഈ 20,000 ആൾക്കാരും ഒരേ സ്ഥലത്തിൽ പറയുക, അങ്ങല്ലാണ്ട് ഇനി രക്ഷയ്ക്കാരുമില്ല. കാമിനി കനകാസക്തി തീരെ വിട്ടിനിയെങ്കിലും. ഞങ്ങൾക്ക് ഇനി ഒരേ ഒരു ആഗ്രഹമുള്ളൂ, സ്ത്രീകളിലും സ്വർണത്തിലും ഭ്രമമില്ലാതെ കണ്ട് നിൻ തൃപ്പദാംബുജ ധ്യാന സൗഭാഗ്യം അരുളിയിടണം. അങ്ങയുടെ തിരുവാദ പത്മങ്ങളെ ധ്യാനിച്ച സൗഭാഗ്യത്തെ അനുഭവിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞത്. കാമിനി കനകാസക്തി തീരെ വിട്ട് ഇനിയെങ്കിലും നിൻ തൃപ്പദാംബുജ ധ്യാന സൗഭാഗ്യമരുളിയിടണം. പുകൾ പൂണ്ടേറെ മിന്നീടും ഋഷിമാരുടെ നാടിതിൽ. അവർ പറയാ, കുറേ ഋഷീശ്വരന്മാരുള്ള നാടാണല്ലോ. അവരൊക്കെ അവരുടെ ഹൃദയപത്മത്തിൽ വെച്ച് ആരാധിക്കുന്ന അങ്ങക്ക് ഞങ്ങൾ ഈ 20,000 രാജാക്കന്മാരെ വെടിയിക്കുക. ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ എന്നുള്ളത് ഒരു പൂവറുത്ത് മണക്കുന്ന പോലെയുള്ളൂ അങ്ങേക്കെന്നർത്ഥം. പുകൾ പൂണ്ടേറെ മിന്നീടും ഋഷിമാരുടെ നാടിതിൽ. അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യാദി സൽഗുണം. ഈ ഋഷിമാർ ഉള്ള സ്ഥലത്ത് അഹിംസ പാടില്ല, അസത്യം പാടില്ല, കക്കാൻ പാടില്ല. ബ്രഹ്മചര്യാദി സൽഗുണം ശീലിച്ച് പുണ്യവാനായി ആയുഷ്കാലം സഫലമാക്കവേ. പുണ്യവാൻ ആയുഷ്കാലം സഫലമാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അഹിംസ ചെയ്യാൻ പാടില്ല, അസത്യം പറയരുത്, കക്കരുത്, ബ്രഹ്മചര്യാദി സൽഗുണം വേണേ. ഈ ഭാഗവതം പഠിക്കുക എന്ന് പറഞ്ഞാൽ സോ ഈസി, ബട്ട് ഈശ്വരാനുഗ്രഹം വേണം. പ്രനുഷയിലെ സദാസേവ്യ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എപ്പോഴും ഭാഗവത കഥാരസം, കഥാസുധ പാനം ചെയ്യണമെന്നാ. എന്നാ എന്താ ഗുണം? ദുർനിമിത്തങ്ങൾ നമ്മളെ ഭരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദുർനിമിത്തങ്ങളാണ് നമ്മളെ ഭരിക്കണത്.
അതുകൊണ്ടാണ് എപ്പോഴും ആകാംക്ഷാഭരിതമായ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മുൾമുനയിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് രക്ഷ വേണോ? ഭഗവാന്റെ കഥാപീയൂഷത്തെ, കഥയാകുന്ന അമൃതനെ നമ്മൾ സദാ പാനം ചെയ്യണം. അപ്പോൾ പറഞ്ഞു അഹിംസ, അസത്യം, ആസ്തേയം, ബ്രഹ്മചര്യാദി സൽഗുണം ശീലിച്ചു പുണ്യവാനായുഷ്കാലം സഫലമാക്കവേ നിൻ കൃപാവായ്പിനാൽ അങ്ങിങ്ങ് എത്രയോ ഭാഗ്യശാലികൾ. അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങും ഇങ്ങും എത്രയോ ഭാഗ്യശാലികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പട്ടാമ്പിയെ പോലെന്നാ. ആൾക്കാർക്ക് സങ്കടത. പട്ടാമ്പി ഈ പ്രായത്തിലും ആനന്ദചിത്തനായിട്ട് വാഴുന്നു. എന്താ കാരണം? പട്ടാമ്പി സദാസേവ്യ അച്യുതപാദപത്മങ്ങളെ സേവിക്കുമോ? അതിലൊരു ആനന്ദാനുഭൂതി ഇന്നതാന്നുള്ളത് പറയാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധയില്ല. ആ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് അലോരസങ്ങൾ വരുന്നത്. അപ്പോൾ പറഞ്ഞു ശീലിച്ചു പുണ്യവാനായുഷ്കാലം സഫലമാക്കവേ നിൻ കൃപാവായ്പിനാൽ അങ്ങിങ്ങ് എത്രയോ ഭാഗ്യശാലികൾ പേർ കൊണ്ടു തന്നെ മന്നാകെ മിന്നെ ചേടും മനസ്സുകൾ. അങ്ങയുടെ നാമധേയങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് തന്നെ പട്ടാമ്പിയെ പോലെ സുസ്മേരവതനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കണു. ഞങ്ങൾക്ക് പറ്റണില്ല എന്നാണ് പറഞ്ഞത്. പീലിക്കിരീടവും ഇരുൾ കുനുകുന്തള ഭംഗിയും. മനസ്സിൽ ആരേനെ തോന്നേണ്ടത്? പീലിക്കിരീടവും ഇരുൾ കുനുകുന്തള ഭംഗിയും മന്ദസ്മിതാദ്രമുഖവും മണികുണ്ടലകാന്തിയും. ഭഗവാൻ മന്ദസ്മിതാദ്രമുഖാണ്. മന്ദസ്മിതത്താൽ ആർദ്രത ഉളവാക്കുന്ന മുഖകാന്തിയോടുകൂടി ഉള്ളൊരു രൂപത്തെ നമ്മൾ സ്വന്തം ഹൃദയപത്മത്തിൽ കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ മുഖത്ത് വരും. ആനന്ദചിന്മയന്മാരായിരിക്കാൻ പറ്റും. ഉള്ളിൽ ഭഗവാന്റെ സുസ്മേരവതനായിട്ടുള്ള മുഖാരവിന്ദത്തെ ധരിച്ചാൽ മതി. പീലിക്കിരീടവും ഇരുൾ കുനുകുന്തള ഭംഗിയും മന്ദസ്മിത ആദ്രമുഖവും മണികുണ്ടലകാന്തിയും വിരിമാർത്തട്ടിലൊട്ടേറെ വിലസും മനമാലയും ശ്രീവത്സ ഹാര കടക കടി സൂത്രാംഗദാദിയും സർവാഭീഷ്ടങ്ങൾ വർഷിക്കും തൃപ്പാദകമലങ്ങളും. എന്തിനാ ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ അഭയം പ്രാപിക്കണം എന്ന് പറഞ്ഞത്? ശ്രീവത്സഹാര ഘടക കടി സൂത്രകഥാദിയും സർവാഭീഷ്ടങ്ങൾ വർഷിക്കും തിരുപാദകമലങ്ങളാണ്. ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ ധരിക്കുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും ഭഗവാൻ വർഷിച്ചുകൊണ്ടിരിക്കും. ധ്യാനിച്ചു പരമാനന്ദമഗ്നരായ ഏതുകാലവും. എന്ത് ചെയ്യണം? ഭഗവാനെ ധ്യാനിച്ച പരമാനന്ദമഗ്നരായ ഏതുകാലവും വിശുദ്ധ പ്രേമ മാധുര്യമാസ്വദിച്ച് വിളങ്ങവേ. നമ്മുടെ ജോലിയാണടാ അത്. നമ്മളിതിന് പ്രാപ്തരാവണം. ധ്യാനിച്ച് പരമാനന്ദമഗ്നരായ ഏതുകാലവും വിശുദ്ധ പ്രേമ മാധുര്യം ആസ്വദിച്ച് വിളങ്ങവേ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതചര്യകൾ എന്ന് പറഞ്ഞ് നിർത്തി ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന ശ്രേഷ്ഠമായ മന്ത്രത്തെ സ്മരിച്ചുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു.